നമ്മൾ ആലോചിച്ച് നോക്കൂ, ലോകത്ത് ഏതൊക്കെ സമൂഹം നേതൃത്വം കൊടുക്കുന്നതും സമൂഹത്തിലെ അംഗങ്ങൾ ചെയ്യുന്നതുമായ അതിക്രമങ്ങളും ഭീകരമായ പ്രവർത്തനങ്ങളുണ്ട്. പക്ഷെ ആ സൊസൈറ്റിയുടെ നേതാക്കൾ, പണ്ഡിതന്മാർക്ക് അതിന് ന്യായം പറയേണ്ട ഒരു കാര്യം പോലും ഉണ്ടാവാറില്ല. നമ്മുടെ ഇന്ത്യൻ സാഹചര്യത്തിൽ തന്നെ ആലോചിച്ച് നോക്കുക. പല 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 രീതിയിലുള്ള അതിക്രമങ്ങൾ അരങ്ങേറുന്നു. അവർ വിചാരിക്കുന്ന ഫാസിസ്റ്റ് ദർശനങ്ങൾക്കെതിരെ സംസാരിക്കുന്നവരെ മൊത്തം കൊന്നുകുഴിച്ചു മൂടുന്നു. കൽബുർഗി മുതൽ എത്ര എത്ര സാഹിത്യകാരന്മാർ കൊല്ലപ്പെടുന്നു. പലപ്പോഴും ഈ സമൂഹം മുന്നോട്ട് വെക്കുന്ന ആദർശങ്ങളെ ചോദ്യം ചെയ്യുന്ന ന്യായാധിപന്മാർ പോലും കൊല്ലപ്പെടുന്നു. ചില കേസുകളൊക്കെ തുടർച്ചയായി ശൃംഖലയായി കൊലപാതകങ്ങൾ കൊണ്ടില്ലാതെയായി പോകുന്നു. വാദിക്കുന്നയാൾ, സാക്ഷി നിൽക്കുന്നയാൾ, കംപ്ലൈൻറ്റ് ചെയ്തയാൾ, എല്ലാവരും നിശ്ചിതമായ ഇടവേളകളിൽ കൃത്യമായി കൊല ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നു. പിന്നെ പലവിധ അതിക്രമങ്ങളും ആൾക്കൂട്ട അക്രമങ്ങളും നടക്കുന്നു. പശുവിൻ്റെ പേരും പറഞ്ഞിട്ട് ഈ പശുവിൻ്റെ പേരും പറഞ്ഞ് ഇന്ത്യയിൽ നടക്കുന്ന പലജാതി അക്രമങ്ങൾ നമുക്കറിയാം. മുഹമ്മദ് അഖ്ലാഖിനെ കുറിച്ച്, അദ്ദേഹത്തിൻ്റെ വീട്ടിൽ പശുവിൻ്റെ മാംസം സൂക്ഷിച്ചു എന്ന് പറഞ്ഞായിരുന്നു തല്ലിക്കൊന്നത്.